സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സമയതീരം തുടരുന്നു. അധ്യായം 17. സത്യം പറഞ്ഞാൽ നിനക്ക് അവളെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മുടെ കമ്പനിയിലെ ഒരു സാധാരണ തൊഴിലാളിയുടെ മകളാണെന്ന് മാത്രം അറിയാം. അത് അവളെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമല്ല. പിന്നെ നീ കണ്ടിട്ടുള്ളത് പുറമോടി മാത്രമാണ്. കാണാൻ ഭംഗിയുള്ള പെണ്ണ് തന്നെ, അക്കാര്യത്തിൽ സംശയമില്ല. ഒരു കാരണം മാത്രമാണത്. ഇഷ്ടപ്പെടാൻ വേറെ എന്തെല്ലാം യോഗ്യതകൾ വേണം? കുലീനത്വം, ധനസമൃദ്ധി, സ്വഭാവശുദ്ധി, ചാരിത്രശുദ്ധി, ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് വേഗത്തിൽ കാമുകന്മാരുണ്ടാവും. ചില പ്രലോഭനങ്ങളിലൊക്കെ അവർ വീണുപോകും. ചില തെറ്റുകളൊക്കെ സംഭവിച്ചെന്ന് വരും. നമ്മളതൊന്നും ഒരിക്കലും അറിയുക പോലുമില്ല. വലിയേട്ടൻ ഇതൊന്നും ബാധകമല്ലേ ചിറ്റേ? ആ ചോദ്യം അംബിക ചിറ്റ പ്രതീക്ഷിച്ചതല്ല. അല്ലെങ്കിൽ അത് വിട്. കോൺട്രാക്ടർ രാജഗോപാലിൻ്റെ മകളുണ്ടല്ലോ ലാവണ്യ, അവൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഞാൻ തർക്കത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ചിറ്റ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് ശരിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് പോകണ്ടേ? അംബിക ചിറ്റ അലിവോടെ അല്പസമയം അവനെ നോക്കി അവിടെ തന്നെ നിന്നു. പിന്നെ മുറി വിട്ട് ഇറങ്ങിപ്പോയി. അരമണിക്കൂറിനുള്ളിൽ ജിജോയുടെ വിളി വന്നു. എടാ, നീ ഉടനെ വണ്ടിയെടുത്തു വാ. എന്താ? നീ വാ, ഇവിടെ എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട്. വിനയൻ ഉടൻ തന്നെ പോകാൻ ഒരുങ്ങി. പോർച്ചിൽ നിന്ന് കാർ എടുത്തപ്പോൾ പ്രസന്നചന്ദ്രൻ ഇറങ്ങി വന്നു. നീ എങ്ങോട്ടാ? ഒരു ഫ്രണ്ടിനെ കാണാൻ. എൻ്റെ കൂടെ നിന്നെ ഹൈറേഞ്ചിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ എന്തിനാ അവിടെ വരുന്നേ? അവിടുത്തെ ക്വാറിയും ക്രഷർ യൂണിറ്റും നീ വേണം ഇനി നോക്കാൻ. സോറി വല്യേട്ടാ, ഈ അവസരത്തിൽ വല്യേട്ടൻ എനിക്കൊന്നും ഏൽപ്പിച്ച് തരരുത്. എൻ്റെ മാനസികാവസ്ഥ അതിന് പറ്റിയതല്ല. ശരി, നീ കാർ ഓടിച്ചാൽ മതി. ബാലനില്ലേ ഇവിടെ? ഇല്ലെങ്കിൽ സത്യേട്ടനെ വിളിക്കണം. നിന്നോടാകുമ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സോറി. മയമില്ലാത്ത ഒരു സോറി പറച്ചിലായിരുന്നു അത്. വല്യേട്ടൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ മൂക്കിന് കീഴിലൂടെ അവൻ കാർ എടുത്ത് ഓടിച്ചു പോയി. ചങ്ങനാശ്ശേരിയിൽ ജിജോയോടൊപ്പം ജിഷയും ജെയ്സണും ബോബിയും വിനയൻ്റെ വരവ് കാത്തിരിപ്പുണ്ടായിരുന്നു. വന്നയുടൻ ജിജോ പറഞ്ഞു, ഞങ്ങൾ ആ ഫോട്ടോഗ്രാഫ്സ് ചെക്ക് ചെയ്തു. നീ പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷത്തിലെല്ലാം ക്ലിയർ ആണ്. ക്യാമറയിലോ ഫോട്ടോഷോപ്പിലോ മാനിപ്പുലേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാ വരാൻ പറഞ്ഞത്? പക്ഷെ ചില ഫോട്ടോസ് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതായത് നിന്റെ വല്യേട്ടനും അനുവും കൂടി ഹഗ് ചെയ്യുന്നത്, കിടക്കയിലിരിക്കുന്നത്, വല്യേട്ടൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുന്നത്, കട്ടിലിൽ ഒന്നിച്ചു കിടക്കുന്നത്, കിസ് ചെയ്യുന്നത്, ഇതിലെല്ലാം വല്യേട്ടൻ്റെ ഫേസാണ് ക്യാമറയ്ക്ക് ഫേവറായിട്ട് നിൽക്കുന്നത്. അതായത് ഒരിടത്തും അനുവിൻ്റെ മുഖമില്ല. ഒന്നെങ്കിൽ വല്യേട്ടൻ്റെ ബോഡിയോ മുഖമോ മാസ്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ അനു ക്യാമറയ്ക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഞാനും അത് നോട്ട് ചെയ്തു. പക്ഷെ തൊട്ടടുത്ത മിനിറ്റിൽ അതേ ഡ്രസ്സിൽ അതേ സ്ഥലത്ത് അനു നിൽപ്പുണ്ട്. ബെഡ്ഷീറ്റ് പോലും അതുതന്നെ. പക്ഷേ അനുവിൻ്റെ മുഖം വ്യക്തമായി കാണാവുന്ന ഒരു ഫോട്ടോയിൽ പോലും വല്യേട്ടൻ അനുവിനെ കെട്ടിപ്പിടിച്ചതായോ കൈകോർത്ത് നിൽക്കുന്നതായോ കാണുന്നില്ല. അവൾ അറിയാതെ പിന്നിൽ നിന്ന് ഒളിക്യാമറ കൊണ്ട് എടുത്തതായിരിക്കണം. എന്നാലും പ്രൊഫൈൽ വ്യൂ എങ്കിലും കിട്ടേണ്ടതല്ലേ? നിങ്ങളുടെ സംശയം എന്താണെന്ന് പറ. സംശയിക്കാനും നിവൃത്തിയില്ല. വേറൊരു പെണ്ണിനെ കിടത്തിയും കെട്ടിപ്പിടിച്ചും മുഖം കാണിക്കാതെ എടുത്തതാണെന്ന് വിചാരിച്ചാൽ പോലും 2-3 ചോദ്യങ്ങൾ ബാക്കി വരും. ഒരാൾ ഉടുത്ത അതേ സാരി അടുത്തയാൾ കൊടുക്കാൻ മിനിമം 5 മിനിറ്റെങ്കിലും എടുക്കും. പക്ഷേ 2 മിനിറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ ഫോട്ടോഗ്രാഫിന്. അത് ഒരേ റൂം, ഒരേ കട്ടിൽ, ഒരേ ബെഡ്ഷീറ്റ്. അവിടാണ് ഒരു പിടിയും കിട്ടാത്തത്. പക്ഷേ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്, ജിജോ നിസ്സംശയം പറഞ്ഞു. അങ്ങനെ ഒരു തിരിമറി നടത്തേണ്ട ആവശ്യം എന്താ വല്യേട്ടന്? നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ? വല്യേട്ടൻ അനുവിനെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചല്ലോ. ഇനി ഞാൻ എന്ത് ധരിച്ചാലെന്താ? എടാ, നീയും അനുവും തമ്മിൽ പ്രേമമായിരുന്നു എന്നുള്ള സത്യം അംബിക ചിറ്റ വല്യേട്ടനോട് പറയൂലോ. ജിഷയൊക്കെ അവിടെ ചെന്ന് ചിറ്റയുമായി സംസാരിച്ച വിവരം അപ്പോൾ അവിടെ വന്ന സത്യപാലൻ വല്യേട്ടനെ അറിയിച്ചിരിക്കണം. സ്വാഭാവികമായിട്ടും വല്യേട്ടൻ വീട്ടിലെത്തുമ്പോൾ ചിറ്റ അക്കാര്യം തുറന്നു പറയും. നിന്റെ വെൽവിഷർ എന്ന നിലയിൽ വല്യേട്ടൻ വിവാഹ തീരുമാനം പിൻവലിക്കുകയും അനുവിനെ നിനക്ക് വിട്ടുതരികയുമാണ് ചെയ്യേണ്ട രീതി. പക്ഷേ അതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ വല്യേട്ടനും അനുവും ഒരു രാത്രി ഒരേ മുറിയിൽ ഒരേ കിടക്കയിൽ ഒന്നിച്ച് കഴിഞ്ഞുകൂടി എന്ന് സ്ഥാപിക്കണം. അത് അയാൾ നിഷ്പ്രയാസം സാധിച്ചു. അനുവിനെ കുമരകത്ത് റിസോർട്ടിൽ കൊണ്ടുപോയി. ജെയ്സൺ ചോദിച്ചു, അത്രയ്ക്കും കുടിലബുദ്ധിയൊന്നും വല്യേട്ടനില്ല ജിജോ. ഒന്നാമത് അങ്ങനെ നാടകം കളിക്കേണ്ട ഒരാവശ്യമില്ല. നേരത്തെ ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ അനുവിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമായിരുന്നെന്നാ വല്യേട്ടൻ പറഞ്ഞത്.
വിനയൻ വെളിപ്പെടുത്തി. ഓഹോ, അങ്ങനെയും പറഞ്ഞോ? എങ്കിലൊരു കാര്യം ചെയ്യ്, കുമരകത്തെ കഥ ഞാൻ മറന്നേക്കാം വലിയേട്ട എന്ന് നീ പറ. എൻ്റെ വലിയേട്ടൻ്റെ കൂടെയല്ലേ അനു ഒരു രാത്രി കഴിച്ചു കൂട്ടിയത്. സാരമില്ല, ഞാൻ സഹിച്ചോളാം. പണ്ടൊക്കെ ജ്യേഷ്ഠനും അനുജനും കൂടി ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന പതിവ് ഉണ്ടായിരുന്നല്ലോ. മഹാഭാരതത്തിൽ തന്നെ ദ്രൗപദി 5 സഹോദരന്മാർക്കും ഭാര്യയായിരുന്നല്ലോ എന്നൊന്ന് പറഞ്ഞു നോക്ക് വലിയേട്ടൻ്റെ അടുത്ത്. അപ്പോഴറിയാം തനി നിറം. വിനയൻ വിസമ്മതാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. നീ ഒരു കാര്യം ചെയ്യാമോ വിനയ? ജിഷ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. ഞങ്ങളെ കുമാരനെല്ലൂർക്ക് കൊണ്ടുപോകാമോ? അനുവിനെയും കുടുംബത്തെയും അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഇപ്പം തന്നെ പോകണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വയ്യ. നീ ഫേസ് ചെയ്യണ്ട, ചുമ്മാ കാറിലിരുന്നാൽ മതി, ഞങ്ങൾ ഫേസ് ചെയ്തോളാം. ഞാൻ വരണോ? നിങ്ങൾ മാത്രം പോയി നോക്കിയാലോ? നീയില്ലാതെ ഞങ്ങൾ ചെന്നാൽ കാണാൻ പറ്റുമോ? അവർ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? അതെന്താ രഹസ്യ കേന്ദ്രമോ അകത്ത് കയറ്റാതിരിക്കാൻ? വീട്ടുതടങ്കലിലൊന്നും അല്ലല്ലോ അനുവും ഫാമിലിയും. നമുക്കറിയാൻ പറ്റില്ല ആണോ അല്ലയോ എന്ന്. വിനയ, നീയും കൂടി വന്നേ പറ്റൂ, ജിഷ നിർബന്ധിച്ചു. വിനയൻ ഒടുവിൽ വഴങ്ങി. വിനയൻ്റെ കാറിൽ അവർ 5 പേരും കൂടി കോട്ടയത്തേക്ക് തിരിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ തന്നെ സത്യശീലൻ്റെ ആൾ ഫോൺ ചെയ്ത് സത്യശീലനെ വിവരം അറിയിച്ചു. വിനയചന്ദ്രനും മറ്റു 4 ചെറുപ്പക്കാരും കൂടി കോട്ടയത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം സത്യശീലൻ അപ്പോൾ തന്നെ പ്രസന്നചന്ദ്രനെ അറിയിച്ചു. വിനയചന്ദ്രൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കാണാനും പിന്തുടരാനും സത്യശീലൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ വിനയചന്ദ്രനും സംഘവും കുമാരനെല്ലൂരിൽ ആലിൻചോടിനും കുടമാളൂരിനും ഇടയ്ക്ക് റബ്ബർ തോട്ടത്തിന് നടുവിലേക്ക് നയിക്കുന്ന മൺറോഡിലെത്തി. 1/4 കിലോമീറ്ററോളം നീണ്ട മൺറോഡിന് ശേഷം ഗേറ്റിൽ പജീറോ ചെന്ന് നിന്നു. 2 ഗേറ്റ് കീപ്പർമാരിൽ ഒരാൾ വന്ന് ആരാണ് വന്നിരിക്കുന്നതെന്ന് തിരക്കി. ഞാൻ വിനയചന്ദ്രൻ. ആരെയും അകത്തോട്ട് കയറ്റി വിടരുതെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാ അപരിചിതര്? ഞാനല്ല. വിനയചന്ദ്രൻ്റെ ദേഷ്യം വന്നു. എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാ നിങ്ങളീ പറയുന്ന മുതലാളി. കാവൽക്കാരിൽ അടുത്തയാൾ വാഹനത്തിനരികെ വന്ന് ആരൊക്കെ അകത്തുണ്ടെന്ന് ചില്ലിലൂടെ നോക്കി. എനിക്ക് പരിചയമില്ല, ഞാൻ പുതിയ ആളാ, ഗേറ്റ് കീപ്പർ പറഞ്ഞു. മര്യാദയ്ക്ക് ഗേറ്റ് തുറക്ക്. വിനയൻ്റെ ഒച്ച ഉയർന്നു. ഗേറ്റ് കീപ്പറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. മാറി നിന്ന് ഏതാനും വാക്കുകൾ സംസാരിച്ച ശേഷം അയാൾ വന്ന് ഗേറ്റ് തുറന്നു. നിങ്ങൾ ആരോടാ സംസാരിച്ചത്? എൻ്റെ ബ്രദറിനോടാണോ? അല്ല, മാനേജരോട്. സത്യശീലൻ സാർ. സാറ് പറഞ്ഞു ഗേറ്റ് തുറന്നു കൊടുക്കാൻ. വിനയചന്ദ്രൻ്റെ കാർ മുറ്റത്തേക്ക് ഇരമ്പി കുതിച്ചുപോയി. സിറ്റ് ഔട്ടിന് മുന്നിൽ കാർ നിന്നു. ഞാൻ കാറിലിരുന്നോളാം, നിങ്ങൾ പോയി അന്വേഷിക്ക്, വിനയൻ പറഞ്ഞു. മറ്റ് 4 പേരും കൂടി ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് പോയി. സിറ്റ് ഔട്ടിൽ ഒരാൾ പിന്നിൽ കൈ കെട്ടി നിൽപ്പുണ്ടായിരുന്നു. ആരെ കാണാനാ? അയാൾ തിരക്കി. ഗേറ്റ് മുതൽ പറഞ്ഞുകൊണ്ട് വരുമോ ആരാണെന്ന്. ഇവിടെ മൈക്ക് സെറ്റ് കിട്ടുമോ? ആരെ കാണാനാ? മുതലാളി ഇവിടെ ഇല്ല. മുതലാളി ഒരു ഫാമിലിയെ ഇവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, അവരെ കാണാനാ, ജിജോ പറഞ്ഞു. ആരും ഇവിടെ ഇല്ല സാറേ, എല്ലാവരും പോയി. എങ്ങോട്ട് പോയി? മുതലാളി വന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. എപ്പോ? അരമണിക്കൂറായി കാണും. ഇയാൾ വെറുതെ പറയുക. നമുക്ക് അവരുടെ റൂം നോക്കാം. അത് പറ്റില്ല സാർ. ഉടൻ തന്നെ ജിഷ പോയി വിനയനെ കാറിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു വന്നു. പ്രസന്നചന്ദ്രൻ്റെ അനുജനാണെന്ന് സെക്യൂരിറ്റി വന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാവൽക്കാരൻ ഭയപ്പെട്ടു. ഇത് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാറന്മാർ വരണം. അയാൾ അവരെ കൂട്ടിക്കൊണ്ട് നടന്ന് ആ 2 നില മാളികയിലെ എല്ലാ മുറികളും കാട്ടിക്കൊടുത്തു. അവരെല്ലാം അപ്സ്റ്റെയറിലാണ് സാർ താമസം, കാവൽക്കാരൻ പറഞ്ഞു. ദാ ഈ റൂം അവരുടെ കൂടെയുള്ള പയ്യൻസിൻ്റെ. നേരെ എതിർവശത്തുള്ള റൂമിൽ അമ്മയും ഇളയ മകളും. അയാളത് തുറന്നു കാണിച്ചു. വിനയൻ്റെ കൂടെയുള്ളവർ മുറി പരിശോധിച്ചു. അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങളും അലങ്കാര സാധനങ്ങളുമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. സാർ, ആ റൂമാണ് മുതലാളി കല്യാണം കഴിക്കാൻ പോണ മാഡത്തിൻ്റെ. മുതലാളി വരുമ്പോൾ ആ റൂമിലാണ് അവർ 2 പേരും താമസിക്കാറ്. ജിഷ വിനയനെ നോക്കി. അവൻ്റെ മുഖം വിളറിയിരുന്നു. ജിജോ അനുപ്രിയയുടെ മുറി പരിശോധിച്ചു. ഫോട്ടോകളിൽ കണ്ട വസ്ത്രങ്ങളും ചില ആഭരണങ്ങളും അവിടെ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ജിജോ തിരിച്ചറിഞ്ഞു. വിനയ, നീ വലിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. എവിടെയാണെന്ന് അറിയാലോ, ജിഷ വിനയനെ നിർബന്ധിച്ചു. വിനയൻ അപ്പോൾ തന്നെ പ്രസന്നചന്ദ്രനെ ഫോണിൽ വിളിച്ചു. 4-5 തവണ ബെല്ലടിച്ചപ്പോഴേക്കും അവന് വലിയേട്ടനെ ലൈനിൽ കിട്ടി. ഹലോയ്ക്ക് പകരം ശകാരമാണ് വന്നത്. എടാ, കുമാരനെല്ലൂരെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? ഗേറ്റ് തുറന്നു പിടിച്ച് വണങ്ങി നിൽക്കേണ്ട ഗേറ്റ് കീപ്പറുടെ മുമ്പിൽ നിനക്ക് നാണം കെടേണ്ടി വന്നില്ലേ? സാരമില്ല, ഞാൻ അയാൾക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. വലിയേട്ടൻ ഇപ്പോൾ എവിടെയാ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ ഹൈ റേഞ്ചിന് പോകുന്ന കാര്യം? നീ വന്നില്ലല്ലോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ നമ്മുടെ ക്വാറിയും ക്രഷറും ഒന്നും ഇവർ കണ്ടിട്ടില്ലല്ലോ.
അതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. വലിയേട്ടൻ എപ്പോഴാ തിരിച്ചു വരിക? ഇന്നിനി എന്തായാലും തിരിച്ചു വരവില്ല. വാഗമണ്ണിലെ ഏതെങ്കിലും റിസോർട്ടിൽ താമസിക്കാനാ പ്ലാൻ. നാളെ തേക്കടി, മറ്റന്നാൾ കുട്ടിക്കാനത്ത് ഒരു രാത്രി തങ്ങും. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. ഞാൻ ചിറ്റിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. വിനയൻ നാവിറങ്ങിയതുപോലെ നിന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഇല്ല, ഒന്നുമില്ല. വിനയൻ കോൾ കട്ട് ചെയ്തു. 4 പേരും വിനയന്റെ പാതി ചെത്ത മുഖത്തേക്ക് നോക്കി ഉത്കണ്ഠാകുലരായി ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവർ ടൂറിലാ, 3 ദിവസം കഴിഞ്ഞേ വരൂ. അവൻ പിറുപിറുത്തു. ആരും ഒന്നും മിണ്ടുന്നില്ല. പോകാം. ജിജോ സ്റ്റെയർകേസിനടുത്തേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോൾ ജിഷ വിനയന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇനി അങ്ങ് മറന്നേക്കും മോനെ, അതാ നല്ലത്. അതിനു മുമ്പ് ഒരൊറ്റ തവണയെങ്കിലും നീ അവളുമായി സംസാരിക്കണമെടാ. അതിനൊരവസരം നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, ജെയ്സൺ നേരിയ പ്രതീക്ഷയോടെ പറഞ്ഞു. വിനയചന്ദ്രൻ ഒരു വാക്കും ഉരിയാടിയില്ല. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ പ്രസന്നചന്ദ്രൻ അംബിക ചിറ്റിയെ വിളിച്ച് 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയിച്ചു. എന്റെയും വിനുക്കുട്ടന്റെയും കല്യാണ നിശ്ചയത്തിന്റെ തീയതികൾ കുറിച്ചു കിട്ടി. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച വിനുക്കുട്ടനും ലാവണ്യയും തമ്മിലുള്ള നിശ്ചയം രാജഗോപാലിന്റെ വീട്ടിൽ വെച്ച്. ഞാനും അനുപ്രിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അതിന്റെ പിറ്റേന്ന് കുമാരനല്ലൂര് വീട്ടിൽ വെച്ച്. കുറിയടിക്കാനും ഏർപ്പാടാക്കി. നീയും അനുപ്രിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ആരെ ബോധിപ്പിക്കാനാ? അംബിക ചിറ്റ തെല്ല് മൂർച്ചയോടെ ചോദിച്ചു. എന്റെ ഭാഗം ക്ലിയറായിരിക്കണ്ടേ ചിറ്റെ? വിനുക്കുട്ടൻ ലാവണ്യയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇനി 2 ആഴ്ചയുണ്ടല്ലോ. അതിനകം അവന് കാര്യങ്ങൾ ബോധ്യപ്പെടും. അനുപ്രിയയ്ക്ക് സമ്മതമാണെങ്കിൽ നീ അവളെ കല്യാണം കഴിക്കുമോ? യാതൊരു സാധ്യതയുമില്ല. ഒന്നും കാണാതെയല്ല ഞാൻ ഓരോന്നും തീരുമാനിച്ചിരിക്കുന്നത്. ചിറ്റ അത്രയും മനസ്സിലാക്കിയാൽ മതി, പ്രസന്നചന്ദ്രൻ പറഞ്ഞു. വലിയേട്ടന്റെയും തന്റെയും കല്യാണ നിശ്ചയത്തിന്റെ ക്ഷണക്കത്തുകൾ വിനയൻ മാറി മാറി നോക്കി. അവന്റെ മുഖഭാവം നിരീക്ഷിച്ചുകൊണ്ട് അംബിക ചിറ്റ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. നിമിഷങ്ങളോളം അത് നോക്കിയിട്ട് വിനയൻ ക്ഷണക്കത്തുകൾ തിരികെ കൊടുത്തു. നീ ഇതിന് സമ്മതിച്ചോ? അംബിക ചിറ്റ ചോദിച്ചു. സമയമുണ്ടല്ലോ ഇനിയും. ഇവിടെ ലാസ്റ്റ് മിനിറ്റിലല്ലേ എല്ലാം തുറന്നു പറയുന്നത്. സമ്മതിച്ചേക്കും മോനെ, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നല്ല ബന്ധമല്ലേ ഇത്? നല്ല ബന്ധമാണ്, വിനയൻ പറഞ്ഞു. നിന്റെ കൂട്ടുകാരെ ക്ഷണിക്കണ്ടേ? ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് അവരുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. അതെന്താ അങ്ങനെ? ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കട്ടെ ആദ്യം. വിനയചന്ദ്രൻ ആ പറഞ്ഞത് സത്യമായിരുന്നു. ആരുടെയും പ്രേരണയില്ലാതെ സ്വയം തിരിച്ചറിയാൻ അവനൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. സ്നേഹിതരുടെ ഒരു കോളും അവൻ എടുത്തില്ല. ഒരു മെസ്സേജ് പോലും തുറന്നു നോക്കിയില്ല. 2 ആഴ്ചക്കിടെ 2 തവണ അവൻ തനിയെ എറണാകുളത്ത് പോയി വന്നു. എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ അവൻ ആരോടും പറഞ്ഞതുമില്ല. കല്യാണ നിശ്ചയ തീയതിയുടെ 2 ദിവസം മുമ്പ് അവൻ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എറണാകുളത്തെ ട്രാവൽ ഏജൻസിയിൽ ചെന്ന് അവൻ വാങ്ങി. തിരിച്ച് വീട്ടിലെത്തി. യാത്രയ്ക്ക് വേണ്ടി പാക്ക് ചെയ്ത് തയ്യാറായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു വിനയന്റെ ആഗമനം. വിനയൻ കാറിൽ നിന്നിറങ്ങി ധൃതിയിൽ വരുന്നത് കണ്ട് ജിജോ ആശ്ചര്യപ്പെട്ടു. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഫോൺ എടുക്കുന്നേ ഇല്ലായിരുന്നല്ലോ. നാളെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ കാണാൻ ഇരിക്കുകയായിരുന്നു, ജിജോ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാ. വിനയൻ പരവശനായിരുന്നു. ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് ടു ലണ്ടൻ. ജിജോ അത് കേട്ട് കണ്ണു മിഴിച്ചു. നീ രാജ്യം വിട്ടുപോകുന്നോ? ഇവിടെ നിൽക്കാൻ വയ്യ. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. സ്റ്റുഡന്റ് വിസ കാലാവധി ഞാൻ നീട്ടിയെടുത്തു. എനിക്കവിടെ താൽക്കാലികമായൊരു ജോലി കിട്ടാനും വിഷമമില്ല. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ എവിടെങ്കിലും. എല്ലാം നീ ഉപേക്ഷിച്ചോ? നിൽക്കാൻ വയ്യ. നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, ഞാനും ലാവണ്യയും തമ്മിൽ. ഒരാൾക്ക് പകരം മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് പാകമായിട്ടില്ല. യെസ് ഓർ നോ, അതാണ് എൻ്റെ മുമ്പിൽ. യെസ് പറയാൻ വയ്യ. നോ പറഞ്ഞാൽ വലിയേട്ടന് അതൊരു ഷോക്കാകും. നീ പോയാൽ എല്ലാം ഭംഗിയാകുമോ? പറയാം. വിനയൻ ജിജോയുടെ മുറിയിൽ ചെന്ന് വാതിലടച്ച ശേഷമാണ് ബാക്കി സംസാരിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് വലിയേട്ടനോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നെ വളർത്തിയ ആളെന്ന നിലയിൽ എനിക്ക് കടപ്പാടുണ്ട്. വലിയേട്ടൻ എങ്ങനെയും നിർബന്ധിച്ച് കല്യാണ നിശ്ചയം നടത്തും. അത് നടത്തിയിട്ട് എനിക്ക് പിന്മാറാൻ ചാൻസ് ഇല്ല. അത് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഡിലേമയിൽ നിന്നും എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. അപ്പൊ അനുപ്രിയ, മറ്റന്നാൾ അവളും വലിയേട്ടനും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കും. കാർഡെല്ലാം സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവളുമായി ഒരു തവണയെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി അതിലെന്താ അർത്ഥം? അവർ പല സ്ഥലങ്ങളിൽ സുഖവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയവരാ. കാണാൻ നീ ശ്രമിച്ചില്ലേ? ഇനി ഒരു മീറ്റിംഗ് വേണ്ട. അത് ഹൃദയം പൊട്ടുന്ന സംഗതിയാ. കണ്ടാലും എന്തെങ്കിലും ഫലമുണ്ടോടാ? വലിയേട്ടൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ്. എന്നാലും നീ കാണണം. 2 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ പോകാവൂ. ഒന്ന് ലാവണ്യയെ വിളിച്ച് പറയുകയെങ്കിലും വേണം എൻഗേജ്മെന്റ് നടക്കില്ലെന്ന്. അവൾ ചോദിക്കും എന്താ കാര്യമെന്ന്.
നീ എൻ്റെ നമ്പർ കൊടുത്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. പക്ഷേ വലിയേട്ടനറിയും, എന്നെ തടയും. നീ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ലാവണ്യയെ വിളിച്ചു പറയുക. ഓൺ ബോർഡ് ആയിരിക്കും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പോകുന്നതിന് മുമ്പ് അനുവിനെ കാണുക എന്നുള്ളതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മാത്രം ലോകത്ത് ഒരുപാട് കാമുകന്മാരും കാമുകിമാരും ഹൃദയം കൊടുത്ത് പ്രേമിച്ചിട്ടും തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോഴേക്കും വൈകി പോയിരിക്കും. നിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കരുത്. അത് ഞാനും ആലോചിച്ചു. പക്ഷേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. വലിയേട്ടൻ എല്ലാം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണല്ലേ. അതെല്ലാം ഓക്കെ, പക്ഷേ നീ അവളെ കാണണം, എന്നിട്ട് എന്നെ വിളിക്കണം. ഒടുവിൽ വിനയൻ ജിജോയുടെ നിർബന്ധത്തിന് വഴങ്ങി. റബ്ബർ തോട്ടത്തിലെ ഇരുനില ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ പജീറോ ചെന്ന് നിന്നു. ഗേറ്റ് അടച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റിക്കാരൻ ഗേറ്റിനടുത്തേക്ക് വന്നു. മുമ്പ് വന്നപ്പോൾ കണ്ടയാളല്ല എന്ന് വിനയചന്ദ്രന് മനസ്സിലായി. പുതിയൊരു അപരിചിതൻ. ആരാണ്? ഗേറ്റ് തുറക്കണം, വിനയൻ പറഞ്ഞു. ഗേറ്റ് തുറക്കാനല്ല അടച്ചിട്ടിരിക്കുന്നേ. സെക്യൂരിറ്റിക്കാരൻ യാതൊരു സൗമ്യതയും തീണ്ടാത്ത സ്വരത്തിൽ പറഞ്ഞു. ഞാൻ പ്രസന്നചന്ദ്രന്റെ, അതായത് നിങ്ങളെ ഇവിടെ നിയമിച്ച മുതലാളിയുടെ അനുജനാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. മുതലാളി പറയണം. വിനയൻ ഫോൺ എടുത്ത് പ്രസന്നചന്ദ്രന്റെ നമ്പറിലേക്ക് വിളിച്ചു. ബിസി ടോൺ. വിനയൻ അല്പനേരം കാത്തു. വീണ്ടും വിളിച്ചു. ബിസി ടോൺ തന്നെ. അതിനിടയ്ക്ക് സെക്യൂരിറ്റിക്കാരൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നതും സംസാരിക്കുന്നതും കാണാമായിരുന്നു. വിനയൻ ഒരു തവണ കൂടി വിളിച്ചു നോക്കി. ബിസി തന്നെ. വിനയൻ കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് സെക്യൂരിറ്റിക്കാരനെ കൈകാട്ടി വിളിച്ചു. അയാൾ അടുത്തേക്ക് വന്നു. ഞാൻ പറയുന്നത് താനങ്ങ് വിശ്വസിച്ചാൽ മതി. പ്രസന്നചന്ദ്രന്റെ അനുജനാ ഞാൻ. എന്താ തെളിവ്? വിനയൻ അയാളെ അടിമുടി നോക്കി. തെളിവ് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. വിനയൻ കാറിൽ ചെന്ന് കയറി. കാർ റിവേഴ്സ് എടുത്ത് ഏതാനും വാര ഓടിച്ചു പോയി. പിന്നെ ഗിയർ മാറ്റി മുന്നോട്ട് കുതിച്ചു. ഗേറ്റിന് നേരെ പാഞ്ഞു ചെന്ന് ഇരുമ്പ് തകിടിന് മീതെ ഒറ്റ ഇടിയിടിച്ചു. കാറിന്റെ ഹെഡ്ലൈറ്റുകൾ പൊട്ടിച്ചിതറി. സെക്യൂരിറ്റിക്കാരൻ ഭയന്ന് ഓടി മാറി. ഗേറ്റ് ഇളകിയെങ്കിലും മറിഞ്ഞു വീഴാതെ തൂണുകളിൽ ഉറപ്പിച്ച വിജാഗിരികളിൽ തൂങ്ങി നിന്ന് ആടി. വിനയൻ പജീറോ കാർ വീണ്ടും പുറകോട്ടെടുത്തു. 10 വാര പിന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും ഗിയർ മാറ്റി മുന്നോട്ട് പാഞ്ഞു വന്ന് ഗേറ്റിലിടിച്ചു. ഇത്തവണ ഗേറ്റ് പൊളിഞ്ഞു വീണു. ഇരുമ്പ് തകിടുകൾക്ക് മീതെ കൂടി വിനയന്റെ കാർ മുറ്റത്തേക്ക് പാഞ്ഞു കയറി. സെക്യൂരിറ്റിക്കാർ 2 പേർ കാറിനടുത്തേക്ക് ഓടിയെത്തി. വിനയൻ ജാക്കി ലിവറും കൊണ്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. ആർക്കാ തെളിവ് വേണ്ടത്? സെക്യൂരിറ്റിക്കാർ വിനയനോടടുക്കാൻ മടിച്ചു നിന്നു. നിങ്ങളുടെ മുതലാളിയെ വിളിച്ചു പറ, ഏതോ ഒരുത്തൻ കാർ ഇടിച്ച് ഗേറ്റ് തകർത്ത് അകത്ത് കയറിയിട്ടുണ്ടെന്ന്. ഗേറ്റ് ഇടിച്ച് തകർത്തതിന്റെ വലിയ ശബ്ദം കേട്ട് വിലാസിനിയും അനീഷും പൂർണിമയും ബാൽക്കണിയിലേക്ക് വന്നു നോക്കുന്നുണ്ടായിരുന്നു. വിനയനെ കണ്ടവർ അന്താളിച്ചു. ചേച്ചി, അനീഷ് വിളിച്ചു. മുറിയിൽ വെറുതെ കിടന്ന അനുപ്രിയയും ശബ്ദം കേട്ടിരുന്നു. കൊച്ചുമോൻ വിളിക്കുന്നത് കേട്ട് അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് വന്നു. ഗേറ്റ് മറിഞ്ഞു കിടക്കുന്നതും വിനയചന്ദ്രൻ ജാക്കി ലിവർ ഓങ്ങിപ്പിടിച്ച് സെക്യൂരിറ്റിക്കാരനോട് ചീറുന്നതും കാറിന്റെ ചളുങ്ങിയ ബോണറ്റും ബെമ്പറും എല്ലാം അവൾ കണ്ടു. വിലാസിനി തല തിരിച്ച് അവളെ നോക്കി. അനുപ്രിയ പെട്ടെന്ന് തിരിഞ്ഞ സ്റ്റെയർ കേസിന്റെ നേർക്ക് ഓടി. അനു, അവിടെ നിൽക്കാൻ വിലാസിനി വിളിച്ചു പറഞ്ഞു. അനുപ്രിയ അത് കേട്ടതുകൂടിയില്ല. അവൾക്ക് ഓടാനുള്ള കരുത്ത് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. പൂർണിമയും വിലാസിനിയും അവളുടെ പിന്നാലെ ഓടി. കൊച്ചുമോനെ വാ, വിലാസിനി ഇടയ്ക്ക് പിന്തിരിഞ്ഞ് കൈകാട്ടി വിളിച്ചു. സ്റ്റെയർ കേസ് പാതി ഇറങ്ങുമ്പോഴേക്കും വിലാസിനിയും പൂർണിമയും കൂടി ചെന്ന് അനുപ്രിയെ പിടികൂടി. അതിനിടയിൽ വിനയൻ സ്റ്റെയർ കേസിന് താഴെ എത്തിയിരുന്നു. നിങ്ങൾ ഗുസ്തി പിടിക്കണ്ട, അവൻ താഴെ നിന്ന് പറഞ്ഞു. അതോടെ വിലാസിനിയും പൂർണിമയും തെല്ലടങ്ങി. വിനയൻ പടികൾ കയറി ലാൻഡിങ്ങിലേക്ക് ചെന്നു. അനുപ്രിയ പ്രാണൻ കയ്യിലെടുത്ത് പിടിച്ച് വിനയനെ നോക്കി. അവളുടെ മുഖത്ത് കരച്ചിൽ പിടഞ്ഞു. വാവേ, എവിടെയായിരുന്നു ഇതുവരെ? പിന്നെ കുട്ടികൾ വാവിട്ട് കരയും പോലെ ഒരു നിലവിളിയായിരുന്നു. വിനയൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, സത്യം. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു. വിനയൻ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഫോട്ടോകൾ സെലക്ട് ചെയ്ത് അവൻ അവളുടെ മുഖത്തിന് നേർക്ക് കാണിച്ചു കൊടുത്തു. അനുപ്രിയ സ്തബ്ധയായി നിൽക്കെ അവളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ ചിത്രങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരുന്നു. വിനയചന്ദ്രൻ മൊബൈലിലേക്ക് വിളിക്കുമെന്ന് ഊഹിച്ചിരുന്നതിനാൽ പ്രസന്നചന്ദ്രൻ തൻ്റെ മൊബൈലിൽ നിന്ന് സത്യശീലനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കോള് കട്ട് ചെയ്യേണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. വിനിക്കുട്ടൻ എപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ ബിസിയാണെന്നേ തോന്നാവൂ. സത്യശീലൻ യജമാനൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചു. സത്യശീലൻ്റെ മറ്റൊരു ഫോണിൽ സെക്യൂരിറ്റിക്കാരൻ വിളിക്കുന്നുണ്ടായിരുന്നു. അയാൾ അതെടുത്ത് സംസാരിച്ച ശേഷം പ്രസന്നചന്ദ്രൻ്റെ കോള് കട്ട് ചെയ്തു. എന്നിട്ട് പ്രസന്നചന്ദ്രനെ വിളിച്ചു. എന്തുപറ്റി? കോള് കട്ടായി പോയോ? പ്രസന്നചന്ദ്രൻ ആശ്ചര്യപ്പെട്ടു. കട്ടാക്കിയതാ. വിനുക്കുട്ടൻ ഗേറ്റ് ഇടിച്ച് തകർത്ത് അവിടെ കയറി.
ഇപ്പം അനുപ്രിയയോട് സംസാരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറയുന്നു. അവർ രണ്ടുപേരുണ്ടായിട്ടും തടയാൻ പറ്റിയില്ലേ? വിനുക്കുട്ടൻ ജാക്കി ലിവർ എടുത്ത് വീശി ഭീഷണിപ്പെടുത്തിയത്രേ. കുഴപ്പമാകുമോ സത്യശീല? എന്തു കുഴപ്പം? വലിയേട്ടൻ ധൈര്യമായിട്ടിരിക്കണം. അവൻ എന്തായാലും എന്നെ വിളിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, രാജഗോപാലിൻ്റെ വീട്ടിലാണെന്ന് പറയാം. പറഞ്ഞാൽ പോരാ, അവിടെ തന്നെ പോവുകയും വേണം, സത്യശീല നിർദ്ദേശിച്ചു. ഇന്ന് മുഴുവൻ ബിസിയായിരിക്കുന്നതാ നല്ലത്. ഓക്കെ. പ്രസന്നചന്ദ്രൻ ഒട്ടും വൈകാതെ കാർ എടുത്ത് നേരെ രാജഗോപാലിൻ്റെ വീട്ടിലേക്ക് പോയി. അടുത്ത നാൾ ലാവണ്യയുടെ വിവാഹനിശ്ചയമായതിനാൽ രാജഗോപാലും കുടുംബവും അതിൻ്റെ തിരക്കിലായിരുന്നു. ഞാനിവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്നറിയാൻ വന്നതാ, പ്രസന്നചന്ദ്രൻ വെറുതെ കുശലം പറഞ്ഞു. ഇവിടെ എല്ലാം ശരിയായി വരുന്നേയുള്ളൂ. റിലേറ്റീവ്സൊക്കെ എത്തിത്തുടങ്ങി, രാജഗോപാൽ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ വിനയചന്ദ്രൻ്റെ കോൾ പ്രസന്നൻ്റെ മൊബൈലിലേക്ക് വന്നു. അത് വിനയനാണല്ലോ, അറ്റൻഡ് ചെയ്യൂ പ്രസന്ന. രാജഗോപാൽ പ്രസന്നൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരും നമ്പറും നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്രസന്നന് കോൾ എടുക്കേണ്ടി വന്നു. വിനു, ഞാനാ. എന്താടാ? വലിയേട്ടനെ കുറേ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ ബിസി ആയിരുന്നു, അതാ. എന്നിട്ട് തിരിച്ചു വിളിച്ചുമില്ലല്ലോ. എടാ, ഞാനിപ്പോൾ രാജഗോപാലിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. നീ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും വിളിക്കുമായിരുന്നു. വെക്കട്ടെ? വിനയൻ എന്തെങ്കിലും മറുപടി പറയാൻ അവസരം കൊടുക്കാതെ പ്രസന്നൻ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. സംസാരിച്ചോളം വയ്യായിരുന്നോ? നമ്മളത്ര വലിയ സീരിയസ് ഡിസ്കഷനിലൊന്നും അല്ലായിരുന്നല്ലോ. അവൻ ചുമ്മാ കളിതമാശ പറയാൻ വിളിക്കുന്നതാണെന്നേ. പ്രസന്നചന്ദ്രൻ അത് നിസ്സാരമാക്കി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഒതുക്കത്തിൽ ഫോൺ ഓഫാക്കുകയും ചെയ്തു. സമയം സന്ധ്യ കഴിഞ്ഞു. ലാവണ്യ ടി വിയിൽ ക്രിക്കറ്റ് മാച്ച് കാണുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് വിനയചന്ദ്രൻ്റെ കോൾ. ലാവണ്യ സന്തോഷത്തോടെ ഫോൺ എടുത്തു. ഹലോ, ഗുഡ് ഈവനിങ് മൈ ഡിയർ. വേർ യു നോട്ടി ബോയ്? ലാവണ്യ, ഞാൻ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. വിനയൻ്റെ സ്വരം തളർന്നിരുന്നു. പറഞ്ഞോളൂ. ലാവണ്യ ആകാംക്ഷാഭരിതയായി. നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നാളെ നടക്കില്ല. കല്യാണവും നടക്കില്ല. പ്രസന്നചന്ദ്രൻ ഒറവയ്ക്കൽ വീട്ടിൽ തിരിച്ചെത്തിയതേയുള്ളൂ. അംബിക ചിറ്റ സിറ്റ് ഔട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പ്രസന്ന, നിന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അപ്പോഴാണ് രാജഗോപാലിൻ്റെ വീട്ടിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കാര്യം പ്രസന്നന് ഓർമ്മ വന്നത്. അയാൾ ഫോൺ എടുത്ത് നോക്കി. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. എന്താ ചിറ്റേ? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടായിരുന്നോ? വിനയൻ ഇവിടെ വന്ന് ലഗേജൊക്കെ എടുത്ത് എങ്ങോട്ടോ പോയി. എങ്ങോട്ട് പോയി? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ചിറ്റയെ ഞാൻ വിളിക്കാം എന്ന് മാത്രം പറഞ്ഞു. ലഗേജൊക്കെ എടുത്തിട്ട് എവിടെ പോകാൻ? നാളെ അവൻ്റെ വിവാഹ നിശ്ചയമല്ലേ? ഞാനത് ചോദിച്ചു. അപ്പോൾ അവൻ പറയുക അത് നടക്കുന്ന കാര്യം സംശയമാണെന്ന്. പ്രസന്നൻ്റെ നെഞ്ചൊരു നിമിഷം സ്തംഭിച്ചു. അവൻ അങ്ങനെ പറഞ്ഞു? അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അവൻ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുമോ? റൂമിൽ നോക്കിയാൽ അറിയാലോ. റൂം പൂട്ടിയിട്ടാ പോയിരിക്കുന്നേ. കാറ് കൊണ്ടുപോയോ? പജേറോയിലാണ് പോയത്. അപ്പോൾ പേടിക്കാനില്ല, അവൻ തിരിച്ചു വരും. 2 ബാഗ് എടുത്തിട്ടുണ്ട്. ഒരു ട്രോളി ബാഗും പിന്നെ ഷോൾഡർ ബാഗും. 2ലും നിറച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. പ്രസന്നചന്ദ്രൻ മൊബൈൽ ഫോൺ ഓണാക്കി. വിനയൻ്റെ നമ്പറിലേക്ക് കോള് വിട്ടു. 2 തവണ റിങ് ചെയ്യുമ്പോഴേക്കും മറുവശത്തു നിന്ന് ഹലോ ശബ്ദം കേട്ടു. വിനു, നീ എവിടെയാ? വലിയേട്ട, ഇത് വിനയനല്ല, അവൻ്റെ ഫ്രണ്ട് ബോബിയാണ്. അവനെവിടെ? വേറൊരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ശബ്ദത്തിനു വല്ലാത്ത മുഴക്കം. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്ന ശബ്ദം. നിങ്ങൾ എവിടെയാണെന്ന് പറ. പ്രസന്നന് വേവലാതിയായി. എയർപോർട്ടിലാ, നെടുമ്പാശ്ശേരി. അവിടെ എന്താ? ഞങ്ങൾ വിനയനെ യാത്ര അയക്കാൻ വന്നതാ. എങ്ങോട്ട് യാത്ര അയക്കാൻ? അവൻ ലണ്ടനിലോട്ട് പോകുക. പ്രസന്നചന്ദ്രന് ഒരു ഇരുട്ടടി കിട്ടിയതുപോലെ പതറി. ലണ്ടനിലോട്ട്? ഇയാൾ എന്താ പറയുന്നേ? അവൻ എന്തിനാ? ഇതാരാണെന്നാ പറഞ്ഞേ? ബോബി. അവൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്ക്. അയ്യോ, അവൻ ചെക്കിൻ ചെയ്യുക. വേഗം കൊടുക്ക്. ചെക്കിൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ഫോണോ? അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. എന്തൊക്കെയാടാ അവിടെ നടക്കുന്നേ? തെളിച്ചു പറ. വലിയേട്ട, അവൻ പോവുക ലണ്ടനിൽ സ്റ്റുഡൻറ്റ് വിസയിൽ. അവൻ്റെ കയ്യിൽ ഏതാ ഫോൺ? ആ നമ്പർ ഇങ്ങതാ. ജിജോയുടെ ആണോ ജിഷയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യാം. വേഗം വേണം. നിനക്കൊക്കെ ഇത് കളിതമാശയായിരിക്കും. എനിക്ക് അങ്ങനെയല്ല. ലൈൻ ഡിസ്കണക്റ്റായി. അംബിക ചിറ്റ ഉദ്യോഗപരിധിയായി പ്രസന്നചന്ദ്രനെ നോക്കി. അവൻ ലണ്ടന് പോവുകയാണെന്ന്. എന്താ ഞാൻ ചെയ്യണ്ടേ? മനസ്സിലായി. നീ ഉടനെ ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് വാ. ഇനി അതിന് സമയമുണ്ടോ ചിറ്റേ? ഇവിടുന്ന് നെടുമ്പാശ്ശേരി എത്തണമെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണ്ടേ? ലണ്ടൻ ഫ്ലൈറ്റ് അല്ലേ? 3 മണിക്കൂറെങ്കിലും മുമ്പ് ചെക്ക് ഇൻ ചെയ്യുന്നതല്ലേ? സമയമുണ്ട്. പക്ഷേ അവൻ ചെക്ക് ഇൻ ചെയ്തല്ലോ. നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്നിട്ട് അവനെ വിളിച്ചു പുറത്തിറക്കണം. പോവണ്ടെന്ന് പറയണം.
അവനോടൊന്ന് സംസാരിച്ചിട്ട് പോകാം. വെറുതെ നെടുമ്പാശ്ശേരി വരെ കാർ ഓടിച്ച് ചെന്നിട്ട്. നീ ചെല്ല് പ്രസന്ന, നീ ചെന്നാലേ അവനതിൻ്റെ ഗൗരവം മനസ്സിലാകൂ. ശരി. പ്രസന്നൻ അപ്പോൾ തന്നെ കാറിൽ കയറി. കാർ ഓടിക്കുന്നതിനിടെ സത്യശീലനെ വിളിച്ചു. അയാളെ ലൈനിൽ കിട്ടിയ ഉടൻ വിവരങ്ങൾ ധരിപ്പിച്ചു. വലിയേട്ടൻ വെറുതെ നെടുമ്പാശ്ശേരിക്ക് കാർ ഓടിക്കണ്ട, സത്യശീലൻ ഉപദേശിച്ചു. എടാ, അവൻ പൊയ്ക്കളയും. വലിയേട്ടൻ നെടുമ്പാശ്ശേരിയിൽ ചെന്നാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിനു പോകും. ഞാൻ അവിടെ ചെന്ന് വിളിക്കുമ്പോൾ അവനൊരു മനമാറ്റം ഉണ്ടായെങ്കിലോ? വലിയേട്ടൻ തിരക്കി പുറകെ ഓടിയെത്തുമെന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിളകും. 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ, ഞാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടെന്ന്. എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞേക്കണം. അവനുണ്ടോ അറിയുന്നു വലിയേട്ടൻ അവിടെ എത്തിയിട്ടില്ലെന്ന്. അവൻ പുറത്തിറങ്ങി വരുമ്പോൾ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? ഉടനെ അടുത്ത ഫ്ലൈറ്റിൽ കയറി ലണ്ടന് പോകാൻ പറ്റില്ലല്ലോ. ടിക്കറ്റ് ശരിയാണെങ്കിൽ 2 ദിവസമെങ്കിലും എടുക്കില്ലേ? അത് ശരിയാണല്ലോ എന്ന് പ്രസന്നനും തോന്നി. വിനു ഇറങ്ങി വരുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ കാറുമായിട്ട് ഞാൻ പോയാൽ പോരെ? തിരിച്ചിറങ്ങി വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല വലിയേട്ടാ. അതെന്താ സത്യം അങ്ങനെ പറഞ്ഞേ? അവൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പോകാൻ തീരുമാനിച്ചത്. അവൻ ഇന്ന് അനുപ്രിയെ കണ്ടതാണ് കുഴപ്പമായത് അല്ലേ? അവൻ എൻ്റെ പ്രവൃത്തിയിൽ സംശയം തോന്നി കാണും. അനുപ്രിയെ കാണുന്നതിന് മുമ്പ് തന്നെ വിനു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ അനുപ്രിയെ കണ്ടതല്ല കാരണം. അതിനു മുമ്പേ വിനു തീരുമാനമെടുത്തിരുന്നു. അത് ശരിയാണല്ലോ എന്ന് പ്രസന്നനും തോന്നി. ഇനി എന്താ സത്യം ഞാൻ ചെയ്യേണ്ടേ? വലിയേട്ടൻ അനുപ്രിയെ ചെന്ന് കാണണം. അവളെ കൊണ്ട് തന്നെ വിനുവിനെ തിരികെ വിളിപ്പിക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെറിപ്പിക്കുക എന്നൊരു ചൊല്ലില്ലേ? എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാം. നീ ഉടൻ തന്നെ നെടുമ്പാശ്ശേരിക്ക് വിട്ടു. ശരി വലിയേട്ടാ. ഇത്രയും ബുദ്ധിയുള്ള ഒരു മാനേജർ തനിക്കുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിചാരിച്ച് പ്രസന്നചന്ദ്രൻ അഭിമാനം കൊണ്ടു. പക്ഷേ അടുത്ത നിമിഷം അയാൾക്ക് താൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഓർമ്മ വന്നു. വിനയൻ തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ രാജഗോപാലനോടും ലാവണ്യോടും താൻ എന്തുത്തരം പറയും? അനുപ്രിയെ കൊണ്ട് വിനയനെ വിളിപ്പിക്കുകയല്ലാതെ മറ്റൊരു ബുദ്ധിയും അയാളുടെ മനസ്സിലേക്ക് വന്നില്ല. കാർ കുമാരനെല്ലൂർ റെയിൽവേ ക്രോസിലെത്തി. അവിടെ വാഹനങ്ങളുടെ നീണ്ട നിര കാത്തു കിടപ്പുണ്ടായിരുന്നു. ചെന്നൈ മെയിൽ കടന്നു പോകാനുണ്ട്. റബ്ബർ തോട്ടത്തിലെ വീട്ടിലെത്താൻ പിന്നെയും 10 മിനിറ്റ് കൂടി വേണ്ടി വന്നു. ഗേറ്റ് പൊളിഞ്ഞു കിടക്കുന്നതും കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പൊട്ടിച്ചിതറിയതും പ്രസന്നചന്ദ്രൻ കണ്ടു. അയാൾ അതിന് മീതെ കൂടി കാർ ഓടിച്ച് സിറ്റൗട്ടിന് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. കോണിപ്പടിക്ക് മുകളിൽ ലോബിയിൽ വിലാസിനിയും പൂർണിമയും അനീഷും പരിഭ്രാന്തരായി നിൽപ്പുണ്ടായിരുന്നു. അവൾ എവിടെ അനുപ്രിയ? പ്രസന്നചന്ദ്രൻ തിരക്കി. അവൾ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുക. എത്ര മുട്ടി വിളിച്ചിട്ടും തുറക്കുന്നില്ല. വിനയൻ ഇവിടെ വന്ന് അവളോട് സംസാരിച്ചോ? സംസാരിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? അറിയില്ല. നിങ്ങളിവിടെ ഇല്ലായിരുന്നു അടുത്ത്. വിനയൻ സാർ അവളെ വിളിച്ചോണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. എന്നിട്ട് നിങ്ങൾ തടഞ്ഞില്ലേ? മുതലാളിയുടെ അനിയനല്ലേ, ഞങ്ങൾ എന്തു ചെയ്യാനാ? നിങ്ങൾക്ക് റൂമിലേക്ക് കയറി ചെല്ലാമായിരുന്നല്ലോ. അവർ വാതിലടച്ച് കുറ്റിയിട്ടു. പ്രസന്നചന്ദ്രൻ്റെ മുഖം ഇരുണ്ടു. നിങ്ങൾ മുട്ടി വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷെ തുറന്നില്ല. എത്ര സമയം വിനയൻ ആ മുറിയിൽ ഉണ്ടായിരുന്നു? 2-2.5 മണിക്കൂറോളം. അവൻ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആ മകളെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ മുറിക്കുള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നെന്ന്? വിനയൻ സാറ് പുറത്തിറങ്ങിയ ഉടനെ അവൾ വാതിലടച്ചു. പിന്നെ തുറന്നിട്ടില്ല. വിലാസിനി നിസ്സഹായതയോടെ പറഞ്ഞു. ഞാൻ തുറപ്പിക്കാം. പ്രസന്നൻ കുപിതനായി അടഞ്ഞുകിടന്ന വാതിലിന് നേർക്ക് ചെന്നു. വാതിലിനോട് ചേർന്ന് നിന്ന് അയാൾ ഉറക്കെ വിളിച്ചു. അനുപ്രിയേ, വാതിൽ തുറക്ക്. ഞാനാ പറയുന്നേ. പ്രസന്നചന്ദ്രൻ, തുറക്ക്. അകത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. പ്രസന്നൻ വാതിലിൽ ശക്തിയായി തട്ടി വിളിച്ചു. എടി, വാതിൽ തുറക്കാൻ. ഞാനിത് ചവിട്ടി പൊളിക്കുമേ. തുറക്കടി വാതിൽ. വിലാസിനിയും പൂർണിമയും അനീഷും അതെല്ലാം കണ്ട് വിരണ്ടു നിന്നു. എത്ര വിളിച്ചിട്ടും തുറക്കില്ലെന്ന് കണ്ട് പ്രസന്നചന്ദ്രൻ വാതിലിൽ ആഞ്ഞു തൊഴിച്ചു. അത് തൻ്റെ കാലിന് ആരോഗ്യകരമല്ലെന്ന് കണ്ട അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചു. കാവൽക്കാരെ വിളിക്കാനായി തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പ്രസന്നചന്ദ്രൻ ക്രുദ്ധനായി വിലാസിനിയോട് പറഞ്ഞു. അവളെ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടണം. ആരോടാ അവളുടെ കളി? ഞാൻ ആരാണെന്ന് വിചാരിച്ചു അവൾ? സ്റ്റെയർ കേസിന് സമീപം എത്തിയപ്പോഴേക്കും അയാളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. പ്രസന്നചന്ദ്രൻ ഫോൺ എടുത്ത് നോക്കി. രാജഗോപാൽ. ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് കരുതി അല്പം കാത്തു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി. 4 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും അടുത്ത കോൾ. പ്രസന്നൻ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ദേഷ്യവും പരിഭ്രാന്തിയും എല്ലാം മറച്ചു പിടിച്ച് പ്രസന്നഭാവത്തിൽ ഒരു ഹലോ പറച്ചിൽ. പക്ഷെ മറുവശത്ത് നിന്ന് അതിൻ്റെ ഇരട്ടി ദേഷ്യവും പരിഭ്രമവും അക്ഷമയും നിറഞ്ഞ ശബ്ദമാണ് കേട്ടത്. പ്രസന്നൻ, ഇയാൾ എവിടെയാ? ഞാൻ കുമാര ടൗണിലെ. പിന്നെ വെറുതെ അഭ്യാസം കാണിക്കരുത്. ഞാൻ തൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നേ. തന്നെ തിരക്കി പാഞ്ഞു വന്നപ്പോൾ താനില്ല. കുമാരനെല്ലൂരെ വീട്ടിലുണ്ട് താൻ അല്ലേ? താൻ കെട്ടാൻ പോണ പെണ്ണിൻ്റെ അടുത്ത്.
ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയതേയുള്ളൂ. എന്താ രാജഗോപാൽ, കാര്യം പറഞ്ഞില്ലല്ലോ? തനിക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ല അല്ലേ? ഞാൻ അങ്ങോട്ട് വരുന്നു. കോള് കട്ടായി. പ്രസന്നചന്ദ്രൻ മുകളിലേക്ക് കയറണോ താഴേക്ക് പോകണോ എന്നറിയാതെ നിന്ന നിൽപ്പിൽ തന്നെ അവിടെ തന്നെ നിന്നുപോയി. എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണ് രാജഗോപാൽ പാഞ്ഞു വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. 20 മിനിറ്റിനുള്ളിൽ മൺറോഡിലൂടെ പൊടിയും കരിയിലയും പറത്തി രാജഗോപാലിൻ്റെ ബെൻസ് പാഞ്ഞു വരുന്നത് കണ്ണാടി ജനാലയിലൂടെ പ്രസന്നചന്ദ്രൻ കണ്ടു. അയാൾ ബാക്കി പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. സിറ്റൗട്ടിന് മുന്നിൽ മുറ്റത്ത് പ്രസന്നൻ്റെ ഗേറ്റിനരികെ ബെൻസിൻ്റെ ബ്രേക്കുകൾ അമറി. രാജഗോപാൽ തിടുക്കത്തിൽ ഇറങ്ങി വന്നു. സിറ്റൗട്ടിൽ തൂണുപോലെ നിന്ന പ്രസന്നനെ നോക്കി നിമിഷ നേരം നിന്നു. പിന്നെ കൈ ചൂണ്ടിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു. താൻ എന്നെ നാണം കെടുത്തുവോ? എനിക്കിപ്പോഴറിയണം. നിങ്ങൾ കാര്യം പറ രാജഗോപാൽ. നാളെ നിങ്ങളുടെ അനുജനും എൻ്റെ മോളും തമ്മിലുള്ള നിശ്ചയം നടക്കുമോ ഇല്ലയോ? നടക്കണമല്ലോ. അതിനല്ലേ നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അങ്ങനെ ഒരു തീയതിയെ നിശ്ചയിച്ചത്. അപ്പോൾ താൻ വിവരമൊന്നും അറിഞ്ഞില്ലേ? വിനയൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ലാവണ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് പറഞ്ഞിരിക്കുന്നു കല്യാണമോ നിശ്ചയമോ ഒന്നും നടക്കില്ലെന്ന്. ഏയ് ചുമ്മാ, അവൻ കളിതമാശ പറഞ്ഞതായിരിക്കും. നാളെ നടത്താൻ വെച്ചിരിക്കുന്ന കല്യാണ നിശ്ചയം നടക്കില്ലെന്ന് പറയുന്നതാണോടോ കളിത്തമാശ? രാജഗോപാൽ ചൂടാകാതെ. എന്ത് കാര്യത്തിനും പരിഹാരമില്ലേ? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിസാരമട്ടിൽ പറഞ്ഞിട്ട് പ്രസന്നചന്ദ്രൻ ഫോണിൽ വിനയചന്ദ്രൻ്റെ നമ്പർ വിളിച്ചു. നോട്ട് റീച്ചബിൾ എന്നായിരുന്നു പ്രതികരണം. ലാവണ്യോട് അവൻ എന്താ പറഞ്ഞത്? നാളത്തെ കല്യാണ നിശ്ചയം നടക്കില്ല, കല്യാണവും നടക്കില്ല, സോറി എന്ന്. അവൻ ലണ്ടന് പോവാണത്രേ. വേറൊന്നും പറഞ്ഞില്ലേ? അങ്ങോട്ട് വല്ലതും ചോദിക്കുന്നതിന് മുമ്പേ അവൻ കോൾ കട്ട് ചെയ്തു. അവൻ ലണ്ടന് പോവാണെങ്കിൽ ആ വിവരം ഞാനല്ലേ ആദ്യം അറിയേണ്ടത്. എന്നോട് പറയാതെ അവൻ പോകുന്ന രാജഗോപാലിന് തോന്നുന്നുണ്ടോ? പക്ഷെ നിങ്ങളുടെ ചിറ്റ പറഞ്ഞല്ലോ വിനയൻ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടെന്ന്. വീട്ടിൽ നിന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നതെന്ന്. ചിറ്റയ്ക്ക് എന്തറിയാം? എന്തായാലും വിനയൻ ഇപ്പോൾ നോട്ട് റീച്ചബിളാ. റേഞ്ച് കിട്ടിയാലുടൻ അവനോട് സംസാരിക്കാം. എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. നാളെ എൻ്റെ മോളുടെ നിശ്ചയം നടക്കുമോ ഇല്ലയോ? അവൾ ആകെ ഷോക്ക്ഡാണ്. വീട്ടിൽ അതിഥികൾ എത്രയാ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ദൂരസ്ഥലങ്ങളിലുള്ള ബന്ധുക്കളെല്ലാം ഇന്നേ എത്തി. നാളെ നിശ്ചയത്തിൻ്റെ സമയത്ത് ഞാൻ ക്ഷണിച്ചു വരുത്തിയ അതിഥികളോട് എന്ത് സമാധാനം പറയും പ്രസന്ന? അവനെ വിളിച്ചു കിട്ടിയാൽ ഉടനെ ഞാൻ വിവരം അറിയിക്കാൻ രാജശേഖര. സമാധാനമായിട്ട് പോ. ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പോണുള്ളൂ. എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. നെടുമ്പാശ്ശേരിക്ക് പോകണോ? പോകാം. നെടുമ്പാശ്ശേരിക്ക് സത്യശീലൻ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിവരം നേരത്തെ അറിഞ്ഞിട്ടാണോ ഒന്നും അറിയില്ലെന്ന് നടിച്ചത്? നോവൽ നാളെ തുടരും.